ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ ഐറ്റം വെള്ളരിക്ക കിച്ചടിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു വെള്ളരിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വെള്ളരിക്കയുടെ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അത് ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ. ചെറുതാക്കി എന്ന് പറഞ്ഞാൽ തീരെ കനം കുറവിൽ വേണ്ട, എന്നാൽ വലിയ കനത്തിലും വേണ്ട. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ കനത്തിലേക്ക് ഇട്ട് കൊടുക്കണു. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കണത് പാകത്തിന് ഉപ്പും ലേശം വെള്ളം മതി, അടിയെ പിടിക്കാണ്ടിരിക്കാൻ മാത്രം. എന്താണെന്ന് വെച്ചാൽ വെള്ളരിക്കയിൽ വെള്ളമുള്ളതാണല്ലോ, അപ്പോൾ അതിലത്തെ വെള്ളം തന്നെ ഇറങ്ങിക്കോളും. അങ്ങനെ അത് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ വേവിക്കാൻ വെക്കുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ കിടന്നിട്ട് വേവട്ടെ. ആ വേവണ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കാൻ നോക്കാം. അരപ്പിനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് നാളികേരം എടുക്കുന്നുണ്ട്. ഒരു 2-3-4 സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട്. 2-3 നല്ല എരിവുള്ള പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം എരിവ് വേണ്ട, ഒരു പാകത്തിനുള്ള എരിവിനനുസരിച്ചുള്ള മുളക് നിങ്ങൾ എടുത്തോ. അതിലേക്ക് പിന്നെ നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ല. അതൊന്ന് പകുതി അരവായതിന് ശേഷമാണ് നമ്മൾ എന്ത് ചേർക്കണത്, അതിൽ കടുക് നമ്മൾ അതിൽ അരച്ച് ചേരണ്ട, ഒന്ന് ചതഞ്ഞ് ചേർന്നാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പകുതി അരഞ്ഞതിന് ശേഷം, നാളികേരം പകുതി അരഞ്ഞതിന് ശേഷം കടുക് ഒന്ന് ചതച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ കടുക് നല്ലോണം അരിഞ്ഞും പോവില്ല, നമുക്കൊരു ചതവിൻ്റേതായ ഒരു രൂപത്തിൽ കിട്ടുകയും ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മൾ അത് നമ്മുടെ വെള്ളരിക്കൊക്കെ ഒരുവിധം വെന്തതിന് ശേഷം, നല്ലോണം വെന്തതിന് ശേഷം നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ അതൊന്ന് നല്ലോണം തള വന്നതിന് ശേഷം, നല്ലോണം തിളച്ച നാളികേരത്തിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ തീ ഓഫാക്കിക്കോ. ആ തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് അത്യാവശ്യം പുളിയുള്ള തൈര് എടുത്തോ. എന്താണെന്ന് വെച്ചാൽ കിച്ചടിയിലേക്ക് പുളിയാണ് മുമ്പിൽ നിൽക്കേണ്ടത് കേട്ടോ. ആ തൈര് എടുത്തോ നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ചട്ടി ഇറക്കി വയ്ക്കുക. പാനെടുത്ത് അടുപ്പത്ത് വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമ്മുടെ സാധാരണ പോലെ തന്നെ കടുക് പൊട്ടിക്കുക. ചുവന്ന മുളകും വേപ്പിലേക്ക് ഇട്ട് കടുക് പൊട്ടിച്ച് ഒഴിച്ചാൽ നമ്മുടെ സൂപ്പർ കിച്ചടി റെഡി ഇട്ടാ. പിന്നെ നമ്മുടെ കിച്ചടിയുടെയും പച്ചടിയും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയണത് ഇതിനേക്കാൾ കൂടുതലൊക്കെ അറിയുണ്ടാവും, പക്ഷേ എനിക്കറിയണത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കിച്ചടിയിൽ നമ്മൾ മഞ്ഞൾ ചേർക്കില്ല, മഞ്ഞൾപ്പൊടി ചേർക്കില്ല, വെളുത്തേ ഇരിക്കുള്ളൂ. പിന്നെ ഈ കിച്ചടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ മധുരമുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും എടുക്കില്ല കിച്ചടിയിലേക്ക്. കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരിക്ക, കുക്കുമ്പർ, ഇങ്ങനത്തെ സാധനങ്ങളെ കൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ കിച്ചടി ഉണ്ടാക്കുക. പിന്നെ ഇതിലേക്ക് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഇതിലേക്ക് ആവശ്യം. അതേപോലെ കടുക് നമ്മളിതിൽ ചതച്ച് ചേർക്കും, പച്ചടിയിലാണെങ്കിൽ അത് അരച്ച് ചേർക്കും. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് വേറെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്ന് പറയണ പോലെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നാളെ കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.